ഹലോ ഫ്രണ്ട്സ്, ദൃശ്യ PSK കിഡൂസ് ടാലൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു ലെമൺ, ഇപ്പം ഞാൻ എനിക്കും അച്ഛനും വേണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഹാഫ് വേണം, ഒരാൾക്ക് ഹാഫ് മറ്റൊരാൾക്ക് ഹാഫ്. ഞാൻ നല്ലോണം പുളി കിട്ടാനായിട്ടാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഹാഫ് മാത്രം, ഇതിനെ ഹാഫാക്കി എടുത്തിട്ട് അതിലത്തെ ഒരു ഭാഗം മാത്രം ഞങ്ങൾക്ക് എടുത്താൽ മതി. ഇപ്പോൾ കുറച്ചും കൂടി പുളി കിട്ടാനായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ലെമണായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിങ്ങനെ ചുറ്റുന്ന സാധനമാണ്. എനിക്കിതിൻ്റെ പേരറിയില്ല, ചുറ്റുന്നതാണ്. പിന്നെ ഈ നാരങ്ങാനൊന്ന് അരിയാനായിട്ട് 2 പോർഷൻ ആക്കാനായിട്ട് കത്തി വേണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്കിതിനെ ഒരു 2 പീസാക്കണം. ഇപ്പോൾ നമ്മൾ ഇതിനെ 2 പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ്, ഇനി നാരങ്ങ പിരിയുന്ന സാധനം എടുത്തിട്ട് ഇതിനെ ഇങ്ങനെയാണ് വെക്കാൻ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത നാരങ്ങയും കൂടി എടുക്കാം. ഇതെടുത്തിട്ട് വെച്ചാൽ നമുക്ക് ഈ നാരങ്ങയും കൂടി പിഴിയാം. ഇനി നമുക്ക് ഇതിന് ഒരു തവണയും കൂടി, നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങേനെ ഒരു തവണയും കൂടി വെച്ച് പിഴിയാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വയ്ക്കാം. എനിക്ക് അതിൻ്റെ അളവൊന്നും പറയാറില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്കും അച്ഛനും മാത്രമായതുകൊണ്ട് എനിക്ക് ഇത്രയും വെള്ളം മതി. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും വെച്ച് നിങ്ങൾക്ക് വെള്ളവും കൂട്ടാം, പിന്നെ നാരങ്ങയുടെ അളവും നിങ്ങൾക്ക് കൂട്ടാം. ഇനി നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇതിന് നല്ലോണം ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് എനിക്ക് പറയാറിയില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും ഉപ്പ് മതി. നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഇടണമാണ് എനിക്ക് ശരിക്കും ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഉപ്പ് സോഡ മാതിരി കുടിക്കാനാണെങ്കിൽ ഇതിന് ഇത്രയും ഉപ്പിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഇളക്കിയിട്ട് കുടിക്കാം. പിന്നെ പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ ഉള്ള അളവ് പഞ്ചസാരയുടെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക്
ഒരു 3 ടീസ്പൂണൊക്കെ മതിയാവും. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ ഷുഗർ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 4 ടീസ്പൂണും കൂടി ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത്രയും മതി, അതുകൊണ്ട് ഞാനിപ്പോൾ 3 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് ഇളക്കാം. ഇത് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ മര്യാദയ്ക്ക് ശരിയാവും തോന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ഇളക്കാം. ഇപ്പം എൻ്റെ മര്യാദയ്ക്ക് ഇളകിയിട്ടൊന്നുമില്ല. നമുക്ക് ഇത്രയും നേരം ഇത് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഇളക്കാം. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് പോലെയും ക്ലോക്ക് വൈസിലും ഇളക്കണം. എന്നിട്ട് ആ പഞ്ചസാരയും പിന്നെ ഉപ്പും ഈ വെള്ളത്തിൽ ഒന്നും കാണണ്ട, അതായത് വെള്ളത്തിൽ അലിഞ്ഞു പോയതിന് ശേഷം നിങ്ങൾക്ക് ഇളക്കിയതിന് ശേഷം നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയാവും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉപ്പും പഞ്ചസാരയൊക്കെ ഇതിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അച്ഛാ, ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയോ? ഓക്കെ, ഞാനിതാ ഇത് കുടിക്കാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. വാവ്, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. രണ്ടും നല്ല മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാരയും ഉപ്പും ഒരേപോലെ തന്നെ നല്ല അളവിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നാരങ്ങ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ കൊറോണ കാലത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പാനീയമാണ് ഈ നാരങ്ങ വെള്ളം. അപ്പോൾ എല്ലാവരും അത് കുടിച്ച് അഭിപ്രായം പറയുക. അഭിപ്രായം പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.